ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നെല്ലിയാമ്പതിക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയ സമയത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ മെയ് അവസാനമായിട്ടാണ് പോകുന്നത്. നമ്മളെ അപ്പുചേട്ടൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ 2 കാറിലൊക്കെ ആയിരുന്നു പോയത്. ട്രാവലറൊക്കെ പോവാന്ന് വെച്ചതായിരുന്നു. പക്ഷേ അതിനുള്ള ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ 2 കാറിലായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് ടീമാർ വേറെ കാറിൽ, ഞങ്ങൾ വേറെ കാറിലൊക്കെ ആയിട്ട് പോയി. ഒരു പെട്രോൾ പമ്പൊക്കെ എത്തിയപ്പോൾ നമ്മൾ കാലത്തേക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ ഐറ്റംസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിട്ടാ. നമ്മൾ കാലത്തെ ഭക്ഷണം അതുപോലെ തന്നെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായി. നമ്മൾ പോണത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ. നല്ല കറക്റ്റ് സമയത്താണ് കേട്ടോ പോണത്. നല്ല മഴയാണ്. നമ്മൾ വെക്കേഷൻ ആയ സമയത്തൊന്നും പോയിട്ടുണ്ടായില്ലല്ലോ. അപ്പം സ്കൂൾ തുറക്കണതിന് മുന്നേ എന്തായാലും പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം കാറിലായാലും ഞങ്ങൾ അത്യാവശ്യം പാട്ടൊക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോണ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ കയറ്റം കയറും തോറും നല്ല കോട വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ ആ മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ മലകളും കുന്നുകളൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല, അത്രയും കോട വന്ന് നിറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം, എന്താല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അത്രയും സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 2-3 വെള്ളച്ചാട്ടങ്ങൾ കണ്ടുകൊണ്ട് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നല്ല രീതിയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടായ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. അങ്ങനെ മഴയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ട്രാൻസ്പോർട്ട് നമ്മുടെ മുന്നിൽ വന്ന് വട്ടം ചാടിയത്. ഇടിച്ചില്ല എന്നങ്ങനെ അവസ്ഥയിലായി. എന്നാലും ഇടിക്കാണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. 2-3 ഞാൻ പറഞ്ഞില്ലേ, പ്രളയം വന്നിട്ട് ഉരുൾപൊട്ടിയിട്ടുണ്ടായ പുതിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമായത്, കാണാൻ അത്രയും നല്ല രസമായിട്ടുണ്ടായിരുന്നത് ആ മലകളൊക്കെ കോട നിറഞ്ഞിട്ട് മലകളൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തുവിട്ട് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല റിസ്ക്കുള്ള സമയത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല മഴയുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഇവിടെ നെല്ലിയാമ്പതിയിൽ എത്തിയിട്ട് ന്യൂസ് വെച്ചപ്പോഴാണെങ്കിൽ 11 ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മഴയൊക്കെ ആയിരിക്കും. ഈ തിരിച്ചു പോകുമ്പോൾ ഒരു ഉരുൾപൊട്ടലൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ നാട്ടിൽ സേഫായിട്ട് എത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന. അപ്പോൾ നല്ല രസമായിട്ടില്ലേ കോടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പരമാവധി നെല്ലിയാമ്പതിയിലേക്ക് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരണം. അത്രയും നല്ല വ്യൂ ആണ് കേട്ടുള്ളത്. നമുക്ക് കുറേ ആൾക്കാർ പറയുമ്പോൾ നെല്ലിയാമ്പതിയിലൊക്കെ പോവുകയാണെങ്കിൽ എന്തിട്ടുള്ള കുറേ കാടുണ്ട്, കുറേ മലയുണ്ട്, കുറേ കുന്നുണ്ട് എന്നൊക്കെ, കുറേ തേയിലത്തോട്ടുണ്ടെന്നൊക്കെ. പക്ഷേ അത് നേരിട്ട് വന്ന് കാണുമ്പോൾ അത് കിട്ടുന്നൊരു സുഖം, ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് തന്നെ കാണുമ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണാം കേട്ടോ. അടിപൊളി പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിൽ നിന്നു കേട്ടാ. അപ്പം നിന്ന സ്ഥിതിക്ക് കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ നെല്ലിയാമ്പതിൽ പോവുകയാണെങ്കിൽ തേയിലത്തോട്ടം അല്ലാണ്ട് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടം കണ്ടു. അതുപോലെ തന്നെ ഓറഞ്ച് തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ തന്നെ പേരയ്ക്ക തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പേരയ്ക്ക് വെച്ച് അവർ ജാം ഇറക്കുന്നു. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് അവർ നമ്മുടെ സ്ക്വാഷ് അങ്ങനെ ആക്കുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ റിസോർട്ടിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 റൂം നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്ന റൂമുകളായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ തന്നെ കട്ടിൽമേ ഒരു 6-7 പേർക്ക് കിടക്കാം. അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമായിരുന്നു കേട്ടോ. അങ്ങനെ 2 റൂം എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കാലത്തെ ഇഡ്ഡലിയൊക്കെ നമ്മൾ അന്ന് കാലത്തോടെ തന്നെ പമ്പിൽ വെച്ച് കഴിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായി. സാമ്പാർ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, കേബേജ് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ചോറും കൂട്ടി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഒന്നും കൂടി നമ്മൾ പോകാനായിട്ട് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങാം. സാധാരണ നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാർ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കുറേ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അത്രയും ഡേഞ്ചർ പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. മുന്നേ ഞങ്ങൾ പോണ സമയത്തൊന്നും ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യമൊക്കെ ഗ്രില്ലൊക്കെ വന്നിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ചേച്ചിയുടെ മോൻ്റെ കാലുമ്മ അട്ട കടിച്ചു വിട്ടു. അവൻ അറിഞ്ഞേ ഇല്ല അത്. അപ്പോൾ അതിനെ പെട്ടെന്ന് കളയാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് അതിൻ്റെ മേത്തിടുക, അല്ലെങ്കിൽ അളിയൻ വന്നിട്ട് കുറച്ച് മദ്യം ഒഴിച്ചു വിട്ടാ. മദ്യം ഒഴിച്ച വഴിക്ക് ആ സാധനം അപ്പം തന്നെ അവിടെ നിന്ന് വിട്ടു പോന്നു കേട്ടാ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുമ്മ അട്ട കടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം പരമാവധി നിങ്ങൾ ഉപ്പൊക്കെ കയ്യിൽ പിടിച്ച് വരിക. എന്തായാലും അട്ട ഏതെങ്കിലും ഒരു കാലുമ്മ കടിക്കുന്ന ഒരു ഉറപ്പാണ് കേട്ടോ. ഉപ്പില്ലെങ്കിൽ മദ്യമുണ്ടെങ്കിൽ മദ്യമായാലും കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നതിന് ശേഷം കുറേ തേയിലത്തോട്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, കാണാൻ തന്നെ എന്ത് രസമാണ്. നമുക്കൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഇവിടെ പക്ഷെ നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊക്കെ ഒരിക്കൽ വരുന്ന കാരണം കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ആനയും അതുപോലെ തന്നെ പുലിയും ഒക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കൊക്കെ വന്ന് പോവാന്നുള്ളതല്ലാണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആണല്ലേ. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ വന്നു. ഈ മരം നിൽക്കണതാണ് നല്ല രസമായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. ഇപ്പോൾ ഗ്രില്ലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. ഒരു ഇതുപോലെ വന്നിട്ടുണ്ട്. മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര റിസ്ക് പിടിച്ചൊരു പ്ലേസ് ആയിരുന്നു. നമ്മൾ കാലെങ്ങനെ വഴുതി വീണാൽ നേരെ താഴത്തേക്ക് പോകും. ഇത് പിന്നെ ഒരു തടയെങ്കിലും ഉണ്ട്. ഇപ്പോൾ വീണാലും നമ്മൾ അവിടെ ആ മതിലിൻ്റെ എല്ലാ കമ്പിയിലുള്ള കാരണം കൊണ്ട് അവിടെ നിൽക്കും. നമ്മളങ്ങനെ പോണ വഴിക്ക് 2-3 നമ്മുടെ ആൾക്കാർ കുരങ്ങന്മാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാധുവിൻ്റെ കുറച്ച് പോസുകൾ കാണാം. അവളാണെങ്കിൽ ഫോൺ എടുത്താൽ ഇതുപോലത്തെ കുറേ പോസുകൾ ഇറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മളോട് ഒന്ന് സംസാരിച്ചു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് നമ്മളെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പലരും ഇങ്ങനെ പരിചയമുണ്ട്, ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം. നമ്മളപ്പോൾ ഈ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അവിടെ നമ്മളെ AVT ഇല്ലേ, നമ്മുടെ AVT ചായല, അതിൻ്റെ ഒരു കമ്പനിയൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്കാണ് കേട്ടോ പോയത്. അത് ശരിക്കും ഒരു കാടായിരുന്നു കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാടായിട്ട് കുഞ്ഞൊരു വഴിയുള്ള ഇതിലേക്കാണ് പോയത്. ഇതാണ് കേട്ടോ AVTയുടെ കമ്പനി വരുന്നത്. ഇവിടെ തന്നെ 10-25 ടീ കമ്പനികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു എന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവിടെ ഇപ്രാവശ്യം പോയപ്പോൾ വെള്ളത്തിൽ കുറവായിരുന്നു. എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതോടുകൂടി ഈ വെള്ളച്ചാട്ടം കൂടി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാനട്ടോ. അപ്പോൾ ഒരെണ്ണ വഴിക്ക് ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ നമ്മളവിടെ ചായ കുടിക്കാൻ കയറി. കാപ്പിയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് നിൽക്കുന്നത്. ചേച്ചിയെ വലുതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവിടെ ഉണ്ടായിരുന്ന പശുവാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ വന്ന് കുഞ്ഞൊരു ചായക്കടയാണ് കേട്ടോ, പക്ഷെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വലിയ ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ, അവർ പാവങ്ങൾ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇതാണ് കേട്ടോ. വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ എന്തോ മാനിനെയാണോ അതോ മ്ലാവിനെയാണോ എന്നറിയില്ല, എന്തോ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കരയുന്ന ഒത്തിരി ശബ്ദം കേട്ടുട്ടാ. അപ്പോൾ ഞങ്ങളവിടെ പിന്നെ പ്രത്യേകം നിൽക്കാനൊന്നും നിന്നില്ല, വേഗം പോന്നു. വരണ വഴിക്ക് ചെറിയൊരു റീലൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തെ അവസാനിച്ചിട്ട് ഞങ്ങളങ്ങനെ നേരെ റൂമിൽ വന്ന് കുറച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് സൂപ്പറായി. പിന്നെ അങ്ങനെ ന്യൂസ് നോക്കുമ്പോഴാണ് നാളെ 11 ജില്ലകളിൽ റെഡ് അലർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ കാലത്ത് തന്നെ എണീറ്റ് നമുക്ക് തൃശ്ശൂർക്ക് പോകണം, നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ അന്നത്തെ രാത്രി കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഒരു 10 മണിയാകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങിയിട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പിറ്റേ ദിവസം വൈകിട്ടൊക്കെ പോരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് വാർത്ത വെച്ചപ്പോൾ 11 ജില്ലകളിൽ റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങാനും നെല്ലിയാമ്പതിൽ ഉൾപ്പെട്ട് പിന്നെ താഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ കാലത്തോടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോരാനിട്ടുണ്ടായത്. നമ്മൾ ഭക്ഷണം കഴിച്ചത് നമ്മളെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ചേട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല റിസോർട്ടും ഉണ്ട്. അപ്പോൾ നെല്ലിയാമ്പതി സെൻട്രൽ തന്നെ ആയിട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ അവിടെ നല്ല റൂമുകളും കാര്യങ്ങളുണ്ട്, ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കാലത്ത് ഒരു 10 മണി നേരത്താട്ടോ പോകുന്നത്. കോടാന്ന് പറഞ്ഞാൽ പോരാ, അമ്മാതിരി കോടയായിരുന്നു. അപ്പുറത്തുള്ള മലകളും കുന്നുകളും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് ആകെ കൂടി കാണാൻ പറ്റിയൊരു മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുപോത്താണ് കേട്ടോ. അപ്പോൾ അതേ കാട്ടുപോത്ത് മനിയുള്ള ആ ഒരു സൈഡിൽ നിന്ന് പുല്ല് തിന്നായിരുന്നു കേട്ടോ. നമ്മൾ ഹോണൊക്കെ അടിച്ച് പ്രശ്നമാക്കിയാലാണ് അവറ്റങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ അതിനെ കണ്ട സന്തോഷത്തിൽ നമ്മൾ പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് നോക്കിയാൽ നമ്മൾ പോയ നെല്ലിയാമ്പതി കുന്നിൻ്റെ എതിർവശമാണ് കേട്ടോ. അത് എന്താ പറയുക, താഴെ വരുന്ന താഴത്തേക്ക് വരുന്ന ആ വെള്ളമൊക്കെ കാറ്റിൻ്റെ ഒരു ശക്തി കൊണ്ട് തന്നെ പറന്നൊക്കെ പോണ മാതിരി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് എത്തി. നെന്മാറൊക്കെ ആയ സമയത്ത് കാറിന്റെ ഡോറിന്റെ ഗ്ലാസ് ഞാൻ താഴ്ത്തിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മഴ പെയ്തിട്ട് നിറച്ച് വെള്ളമൊക്കെ ആയിരുന്നു റോട്ടിൽ. ഒരു വലിയൊരു ലോറി പോയ സമയത്ത് ഉള്ള വെള്ളം മൊത്തം എൻ്റെ മുഖത്തേക്ക് വായക്കൊക്കെ തെറിച്ചു കിട്ടാം. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവരും ക്ഷീണം കൊണ്ട് മാതും കാത്തും ഒക്കെ ഉറക്കായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ നെല്ലിയാമ്പതി യാത്ര കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.